64ാമത് സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കാനിരിക്കെ സ്വർണ്ണക്കപ്പിന് ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടുപിന്നിൽ തൃശൂരും പാലക്കാടുമാണ്. വൈകിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യാതിഥിയാകും. നവമി ദിനേശ് വിവരങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്ന് ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. കലോത്സവ നഗരിയിലെ 5ാം ദിവസമാണ്. ഇന്ന് കൊടിയിറക്കമാണ്. ഇന്നത്തെ ദിവസത്തിന് കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം കൂടിയുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ കാണാനാകും അല്ലേ? അതെ ഭവ്യ, എന്തായാലും എല്ലാ വേദികളിലും ഇന്ന് 8 മത്സരങ്ങളാണുള്ളത്. അതിൽ എല്ലാ വേദികളിലും തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉച്ചയോടുകൂടി, അതായത് 1 മണിയോടുകൂടി തന്നെ മത്സരങ്ങളെല്ലാം അവസാനിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. കാരണം കൃത്യം 4 മണിക്ക് തന്നെ സമാപന സമ്മേളനം തുടങ്ങും. അതിനു മുൻപ് 1ാം വേദിയിലടക്കം നാടോടി നൃത്തം നടക്കുകയാണ്. അതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കി സമാപന സമ്മേളനത്തിന് വേണ്ടി വേദി ഒരുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 3 വഞ്ചിപ്പാട്ടിലാണ്. അവിടെ നമ്മുടെ കുട്ടികൾ, ദൃശ്യങ്ങൾ കാണാം, നമ്മുടെ കുട്ടികളൊക്കെ കയറുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ടീം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മത്സരത്തിന് വേണ്ടി കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടെൻഷനുണ്ട്. അവർ നമ്മളോട് ഒരു വരി പാടാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പക്ഷേ അവസാന നിമിഷമാണ് അവർക്കിപ്പോൾ കയറേണ്ടി വന്നത്. അങ്ങനെ 4 ടീമുകളാണ് ഫസ്റ്റ് ക്ലസ്റ്ററിലുള്ളത്. 4 പേരും ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ബാക്കി കുട്ടികളൊക്കെ അവരുടെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്, അവസാനത്തെ പ്രാക്ടീസിലുമൊക്കെയാണ്. ഓരോ വേദിയിലും ഇങ്ങനെ ഓരോ മത്സരങ്ങൾ. ഇന്ന് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നാടോടി നൃത്തമുണ്ട്, അതോടൊപ്പം ബാൻഡ് മേളമുണ്ട്, കുച്ചിപ്പൊടി, വഞ്ചിപ്പാട്ട്, സംഘഗാനം, ഉറുദു, കഥകളി സംഗീതം, ബാൻഡ് മേളം ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണുള്ളത്. ശാസ്ത്രീയ സംഗീതം, നാദസ്വരം, വയലിൻ എന്നീ മത്സരങ്ങളാണുള്ളത്. ഇന്നലത്തോടുകൂടി തന്നെ ഗ്ലാമർ മത്സരങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. ഇപ്പോൾ പോയിന്റ് നില പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ തന്നെയാണ് മുന്നിലുള്ളത്. തൊട്ട് പിന്നിലായി മറ്റു ജില്ലകളുമുണ്ട്. നമുക്കറിയില്ല ആരാണ്. തൃശ്ശൂരാണ് രണ്ടാമതുള്ളത്. ഇന്നത്തെ മത്സരം കൂടി, ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും കണ്ണൂർ തന്നെയാണോ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക, സ്വർണ്ണക്കപ്പുമായി സ്വന്തം നാട്ടിലേക്ക് തിരിക്കുന്നത് കണ്ണൂരാണോ എന്ന് നമുക്ക് ഉച്ചയോടുകൂടി തന്നെ ഫൈനൽ റിസൾട്ട് അറിയും. ഉച്ചയോടുകൂടി തന്നെ എല്ലാം നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. വഞ്ചിപ്പാട്ട് കഴിഞ്ഞ ശേഷം ഇറങ്ങി വരികയാണ് കുട്ടികൾ. ആദ്യത്തെ മത്സരമായിരുന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? അടിച്ചു പൊളിച്ചില്ലേ? നിങ്ങളേത് സ്കൂളിൽ നിന്നാ വരുന്നത്? കാസർഗോഡ്. എത്ര വർഷമായി നിങ്ങളുടെ സ്കൂളിൽ നിന്ന്? 15 വർഷമായിട്ട്. അപ്പൊ എല്ലാ വർഷവും എ ഗ്രേഡ് കിട്ടാറുണ്ട്. ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലേക്ക് നിൽക്കാം. അടുത്ത മത്സരം ഇപ്പൊ തുടങ്ങും. അപ്പൊ നമുക്ക്, നിങ്ങൾ ക്ഷീണിച്ചാണ് വന്നതെന്നറിയാം. ടെൻഷനൊക്കെ മാറിയില്ലേ ഇപ്പൊ? രണ്ടുപേരും മൂളിയാലോ? മെയിനാണോ? എന്റെ പേര് മോൾ ശിവാനി. നമസ്കാരം. കൗരവ സേനാധിപനായ ഭീഷ്മ പിതാമഹനോട് അർജുനൻ യുദ്ധം ചെയ്ത കഥ ഇതിഹാസ കാവ്യത്തിലെ പ്രോജ്വലിക്കുന്ന ഏടാണ്. ഭീഷ്മപർവത്തിലെ പ്രസ്തുത കഥാഭാഗം ഭഗവാൻ പാർത്ഥസാരഥിയെ സ്മരിച്ച് ഞങ്ങൾ ആറന്മുള ശൈലിയിൽ ഭക്ത്യാദരപൂർവം പാടി അവതരിപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി നിങ്ങൾ എല്ലാവരും പാട്ട് പഠിക്കുന്നവർ തന്നെയാണോ? ഇല്ല, ഇതിനു വേണ്ടി പഠിച്ചെടുത്തതാണ്. മറ്റേതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, വഞ്ചിപ്പാട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. റിസൾട്ട് വരട്ടെ, എ ഗ്രേഡ് കിട്ടട്ടെ.
അങ്ങനെ വഞ്ചിപ്പാട്ട് സംഘം ഇപ്പോൾ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കുകയായിരുന്നു. ഭവ്യ, എല്ലാ വേദികളിലും ഇപ്പോൾ മത്സരം പുരോഗമിക്കുകയാണ്. അങ്ങനെ ഇന്നാണ് ആ കലോത്സവത്തിന്റെ അവസാന ദിവസം. മോഹൻലാലാണ് വിശിഷ്ടാതിഥിയായി എത്തുന്നത്. പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും വലിയ പരാതികളോ വലിയ വിവാദങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇത്തവണത്തെ കലോത്സവം വളരെ സന്തോഷകരമായി തന്നെ അവസാനിക്കുമ്പോൾ തൃശൂർ നഗരം ഈ കലോത്സവത്തെ അവരുടെ തൃശൂർ പൂരം പോലെ തന്നെ ആഘോഷമാക്കി കൊട്ടിക്കയറി ഈ കലോത്സവ പൂരവും. എന്തായാലും ഉപചാരം ചൊല്ലി പിരിയാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ളൊരു വിഷമവും ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ച് ജെൻസി പിള്ളേരുടെ വൈബിൽ കറങ്ങി നടക്കുകയായിരുന്നു. ഇതെല്ലാം അവസാനിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമവുമുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ അടുത്ത വർഷവും കലോത്സവത്തിനായി എത്തും. ഇതുപോലെയുള്ള ആഘോഷങ്ങൾ തീരുന്നില്ല, തുടങ്ങുക തന്നെയാണ്. ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഇനിയൊരു 90 ദിവസം കൂടി കഴിഞ്ഞാൽ അവരുടെ തൃശ്ശൂർ പൂരം എത്തുകയാണ്. അങ്ങനെ അടുത്ത ആഘോഷങ്ങളിലേക്ക് തൃശ്ശൂർ ഇങ്ങനെ കടക്കുകയുമാണ്. കുട്ടികൾ ഇന്ന് തന്നെ ഇതിന്റെ സമാപന സമ്മേളനം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്കൊക്കെ മടങ്ങും. ഇനി അടുത്ത കൊല്ലത്തെ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരിക്കും ഓരോരുത്തർക്കുമുള്ളത്. ഭവ്യ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.